എല്ലാവർക്കും ഇ പ്ലസ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ 7ാമത്തെ റിവിഷൻ വീഡിയോയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പൊളിറ്റിക്കൽ തിയറി എന്ന പുസ്തകത്തിലെ അവസാനത്തെ 3 അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ്. സെക്യുലറിസം, പീസ്, ഡെവലപ്മെന്റ് എന്നീ അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള വിജയാശംസകൾ നേരുന്നു. അടുത്ത ചാപ്റ്റർ സെക്യുലറിസം ആണ്, മതേതരത്വം. ചാപ്റ്റർ 18. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇന്റർ റിലീജിയസ് ഡോമിനേഷൻ ആൻഡ് ഇൻട്രാ റിലീജിയസ് ഡോമിനേഷൻ. അന്തർമത മേധാവിത്വവും ആന്തരിക മതമേധാവിത്വവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. ആദ്യം ഇന്റർ റിലീജിയസ് ഡോമിനേഷൻ. ഇന്റർ റിലീജിയസ് ഡോമിനേഷൻ മീൻസ് domination of a particular religion over other religions. അന്തർമത മേധാവിത്വം. ഏതെങ്കിലും ഒരു പ്രത്യേക മതം ആ പ്രദേശത്തുള്ള മറ്റു മതങ്ങളുടെ മേൽ മേധാവിത്വം പുലർത്തുന്നതിനെയാണ് അന്തർമത മേധാവിത്വം എന്ന് പറയുന്നത്. അടുത്തത് ഇൻട്രാ റിലീജിയസ് ഡോമിനേഷൻ. ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡോമിനേഷൻ വിതിൻ ദ കമ്മ്യൂണിറ്റി ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ ആൻഡ് കാസ്റ്റ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻട്രാ റിലീജിയസ് ഡോമിനേഷൻ. Discrimination and domination within the community on the basis of gender and caste are examples of intra-religious domination. ആന്തരിക മതമേധാവിത്വം. ഒരു മതത്തിലെ ഒരു പ്രത്യേക വിഭാഗം അതേ മതത്തിലെ മറ്റ് വിഭാഗങ്ങളുടെ മേൽ നടത്തുന്ന മേധാവിത്വമാണ് ആന്തരിക മതമേധാവിത്വം. പുരുഷ മേധാവിത്വവും ജാതി വിവേചനവും ആന്തരിക മതമേധാവിത്വത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് എ സെക്യുലർ സ്റ്റേറ്റ്? മതേതര രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ്, നോ ഒഫീഷ്യൽ സ്റ്റേറ്റ് റിലീജിയൻ. സെക്കൻഡ്, നോ അലയൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ. സ്റ്റേറ്റ് മസ്റ്റ് നോട്ട് ബി റൺ ബൈ ദ ഹെഡ്സ് ഓഫ് എനി പർട്ടിക്കുലർ റിലീജിയൻ. ദാറ്റ് ഈസ് അനദർ ഫീച്ചർ ഓഫ് സെക്യുലർ സ്റ്റേറ്റ്. നോ സ്പെഷ്യൽ കൺസിഡറേഷൻ ടു ദ ഫോളോവേഴ്സ് ഓഫ് എനി പർട്ടിക്കുലർ റിലീജിയൻ. മതേതര രാജ്യത്തിന് സ്വന്തമായിട്ടൊരു ഔദ്യോഗിക മതമില്ല. മതവും രാഷ്ട്രവും തമ്മിൽ ബന്ധമില്ല. മതമേധാവി രാഷ്ട്രത്തലവൻ ആകാൻ പാടില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രത്യേക പരിഗണനകൾ മതേതര രാഷ്ട്രത്തിൽ ലഭിക്കാറില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെസ്റ്റേൺ മോഡൽ ഓഫ് സെക്യുലറിസം ആൻഡ് ഇന്ത്യൻ മോഡൽ ഓഫ് സെക്യുലറിസം. പാശ്ചാത്യ മാതൃകയിലുള്ള മതേതരത്വവും ഇന്ത്യൻ മതേതരത്വവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. ആദ്യം വെസ്റ്റേൺ മോഡൽ ഓഫ് സെക്യുലറിസം. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ. സ്റ്റേറ്റ് കനോട്ട് എയ്ഡ് ഇൻ എ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. റിലീജിയൻ ഈസ് എ പ്രൈവറ്റ് മാറ്റർ. നോ പ്ലേസ് ഫോർ ദ ഐഡിയ ഓഫ് സ്റ്റേറ്റ് സപ്പോർട്ടർ റിലീജിയസ് റിഫോംസ്. ഇൻഡിവിജ്വൽ ഫ്രീഡം ആൻഡ് ഈക്വാലിറ്റി ആർ മോർ ഇമ്പോർട്ടന്റ് ഇൻ വെസ്റ്റേൺ സൊസൈറ്റി. കമ്മ്യൂണിറ്റി റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ് ആർ നോട്ട് ഇമ്പോർട്ടന്റ്. മതേതരത്വത്തിന്റെ പാശ്ചാത്യ മാതൃക. പാശ്ചാത്യ മതേതര രാജ്യങ്ങളിൽ മതവും രാഷ്ട്രവും പരസ്പരം ഇടപെടുന്നില്ല. രാഷ്ട്രം മതസ്ഥാപനങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നില്ല. മതം പാശ്ചാത്യ ലോകത്ത് ഒരു സ്വകാര്യ വിഷയമാണ്. രാഷ്ട്ര പിന്തുണയോടെയുള്ള മതപരിഷ്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വ്യക്തി സ്വാതന്ത്ര്യവും സമത്വവുമാണ് പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ സാമുദായിക അവകാശങ്ങൾ, ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യമില്ല. അടുത്തതായി ഇന്ത്യൻ മോഡൽ ഓഫ് സെക്യുലറിസം. ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ഇന്റർ റിലീജിയസ് ഈക്വാലിറ്റി. ഇൻട്രാ റിലീജിയസ് ഈക്വാലിറ്റി ഈസ് ഓൾസോ കൺസിഡേർഡ്. സ്റ്റേറ്റ് സപ്പോർട്ടർ റിലീജിയസ് റിഫോംസ് ആർ എൻകറേജ്ഡ്. ഡീൽസ് വിത്ത് ദ റിലീജിയസ് ഫ്രീഡം ഓഫ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി. മതേതരത്വത്തിന്റെ ഇന്ത്യൻ മാതൃക. മതങ്ങൾക്കിടയിലെ സമത്വത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു. മതത്തിനുള്ളിലെ സമത്വത്തിനും പ്രാധാന്യമുണ്ട്. രാഷ്ട്ര പിന്തുണയോടെയുള്ള മതപരിഷ്കരണം പ്രോത്സാഹിപ്പിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. വാട്ട് ആർ ദ മേജർ ക്രിറ്റിസിസംസ് അഗെയിൻസ്റ്റ് ഇന്ത്യൻ മോഡൽ ഓഫ് സെക്യുലറിസം? മതേതരത്വത്തിന്റെ ഇന്ത്യൻ മാതൃകയ്ക്കെതിരെയുള്ള പ്രധാന വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ഇതില് ഉത്തരം പറയുമ്പോൾ വിമർശനങ്ങളോടൊപ്പം തന്നെ ആ വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടി പറയുന്നുണ്ട്. ആദ്യത്തെ വിമർശനം, ഇന്ത്യൻ സെക്യുലറിസം ഈസ് ആന്റി റിലീജിയസ്. It is often argued that
Indian secularism is against religion. Indian secularism is only against the religious activities which foster hatred and communalism. മതവിരുദ്ധത. ഇന്ത്യൻ മതേതരത്വം മതങ്ങൾക്ക് എതിരാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനം. എന്നാൽ മതഭ്രാന്തം വർഗീയതയും വളർത്തുന്ന പ്രവർത്തനങ്ങളെ മാത്രമാണ് ഇന്ത്യൻ മതേതരത്വം എതിർക്കുന്നത്. വെസ്റ്റേൺ ഇമ്പോർട്ട്. Second criticism is that secularism is a Western concept and not suited to Indian citizen. Just because the concept is foreign, it need not to be discarded at the very outset, and the Indian secularism is different from Western secularism. Just because the concept is foreign, it need not be discarded at the very outset, and Indian secularism is different from Western secularism. പാശ്ചാത്യ ഇറക്കുമതി. പാശ്ചാത്യ ആശയമായ മതേതരത്വം ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് യോജിക്കുന്നതല്ല എന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഒരാശയം പാശ്ചാത്യം ആയതുകൊണ്ട് മാത്രം തള്ളിക്കളയേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഇന്ത്യൻ മതേതരത്വം പാശ്ചാത്യ മതേതരത്വത്തിൽ നിന്നും വ്യത്യസ്തമാണ്. തേർഡ് പോയിന്റ്, മൈനോറിറ്റിസം. Indian secularism gives special privilege to the minority groups. The most fundamental interest of minority must not be harmed and must be protected by constitutional law. ന്യൂനപക്ഷത്വം. ന്യൂനപക്ഷത്തിന് പ്രത്യേക പരിഗണന നൽകുന്നു എന്നതാണ് ഇന്ത്യൻ മതേതരത്തിനെതിരെ വിമർശനം. ന്യൂനപക്ഷങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പുവരുത്തുവാനുള്ള സാഹചര്യം മാത്രമാണ് ഇന്ത്യൻ മതേതരത്വം ഉറപ്പുവരുത്തുന്നത്. Fourth point, interventionist. Another criticism is that Indian secularism interferes excessively with the religious freedom of communities. Indian secularism permits the state support religious reform. ഇടപെടൽ. ഇന്ത്യൻ മതേതരത്വം മതസ്വാതന്ത്ര്യത്തിൽ അമിതമായി ഇടപെടുന്നു എന്നതാണ് മറ്റൊരു വിമർശനം. എന്നാൽ രാഷ്ട്ര പിന്തുണയോടെയുള്ള മതപരിഷ്കാരങ്ങൾ മാത്രമാണ് ഇന്ത്യൻ ഗവൺമെന്റ് നടത്തുന്നത്. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്. Another argument is that secularism encourages politics of vote banks. But vote bank politics is part of democracy. Giving fake promises and providing welfare schemes to a particular group at the cost of rights of other groups are injustice. വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ഇന്ത്യൻ മതേതരത്വം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ് മറ്റൊരു വിമർശനം. എന്നാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾക്ക് അംഗീകരിക്കേണ്ടി വരും. ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം അപകടകരമാകുന്നത്. ഇമ്പോസിബിൾ പ്രൊജക്ട്. Secularism is not possible in a society with a deep religious difference. But Indian society proved that secular attitude is possible in a society with a deep religious differences. അസാധ്യമായ പദ്ധതി. മതബോധം ആഴത്തിൽ വേരോടിയ സമൂഹത്തിൽ മതേതരത്വം അപ്രായോഗികം ആണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ഈ വാദഗതി തികച്ചും തെറ്റാണ് എന്ന് ഇന്ത്യ തെളിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സമൂഹത്തിലെ ഭൂരിപക്ഷ വിഭാഗവും മതേതര ചിന്താഗതിയുള്ളവരാണ്. നമ്മുടെ അടുത്ത ചാപ്റ്റർ സമാധാനം. വാട്ട് ആർ ദ ഫോംസ് ഓഫ് സ്ട്രക്ചറൽ വയലൻസ്? ഘടനാപരമായ ഹിംസയുടെ രൂപങ്ങൾ എന്തൊക്കെയാണ്? സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. ഫോംസ് ഓഫ് സ്ട്രക്ചറൽ വയലൻസ്. വയലൻസ് മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, ക്ലാസ്, കളർ, ജെൻഡർ എക്സെട്ര ആർ ടേംഡ് ആസ് സ്ട്രക്ചറൽ വയലൻസ്. ഘടനാപരമായ ഹിംസയുടെ രൂപങ്ങൾ ജാതി, മതം, വർഗം, വർണ്ണം, ലിംഗവ്യത്യാസം തുടങ്ങിയ സാമൂഹിക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകൃതമാകുന്ന സംഘർഷങ്ങളെ ഘടനാപരമായ ഹിംസ എന്ന് വിളിക്കുന്നു. ഘടനാപരമായ ഹിംസയുടെ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ട്രഡീഷണൽ കാസ്റ്റ് സിസ്റ്റം. ക്ലാഷസ് ബിറ്റ്വീൻ ഡിഫറെന്റ് കാസ്റ്റ് ഗ്രൂപ്സ് എക്സിസ്റ്റ് ഇൻ ദ സൊസൈറ്റി. ജാതി വ്യവസ്ഥ. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ സമൂഹത്തിൽ അതിക്രമങ്ങൾക്ക് കാരണമാകാറുണ്ട്. സെക്കൻഡ് പോയിന്റ്, ക്ലാസ് കോൺഫ്ലിക്റ്റ്. ക്ലാസ് ഡിവിഷൻ ജനറേറ്റ്സ് ഇൻഇക്വാളിറ്റി ആൻഡ് ഒപ്രഷൻ. അണ്ടർ ക്ലാസ് ഈസ് സബ്ജക്റ്റഡ് ടു എക്സ്പ്ലോയിറ്റേഷൻ. വർഗ വിഭജനം. തൊഴിലാളികളും അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരും കടുത്ത ചൂഷണത്തിന് വിധേയരാകാറുണ്ട്. അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള അതിക്രമങ്ങൾക്കും ഈ വിഭാഗം വിധേയരാകാറുണ്ട്. തേർഡ്,
Patriarchy. Women are subject to various types of violence, which include female poetesses, child marriage, domestic violence, sexual harassment, dowry-related crimes, etc. പുരുഷാധിപത്യം, പെൺഭ്രൂണഹത്യ, ശൈശവ വിവാഹം, ഗാർഹിക പീഡനം, ലൈംഗിക ചൂഷണം, സ്ത്രീധന പീഡനം തുടങ്ങിയ അതിക്രമങ്ങൾക്ക് സ്ത്രീകൾ ഇരയാകാറുണ്ട്. ഫോർത്ത്, കൊളോണിയലിസം. Native people were ill-treated by the alien rulers during colonial rule. Neo-colonialism still continues. കൊളോണിയലിസം. കോളനിവൽക്കരണത്തിലൂടെ തദ്ദേശീയർ ചൂഷണത്തിന് വിധേയരാകാറുണ്ട്. നവ കൊളോണിയൽ ചൂഷണങ്ങൾ ഇന്നും തുടരുന്നുണ്ട്. റേസിസം ആൻഡ് കമ്മ്യൂണലിസം. Racial discrimination existed in different parts of the world. Racial discrimination still continues in Western world against immigrants from Asia, Africa and Latin America. വംശീയതയും വർഗീയതയും. പഴയകാലത്ത് വംശീയതയും വർഗീയതയും വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്നു. ജർമ്മനിയിലും ദക്ഷിണാഫ്രിക്കയിലും വംശീയതയിൽ അധിഷ്ഠിതമായ അക്രമം നിലനിന്നിരുന്നു. അതോടൊപ്പം യൂറോപ്പിലെ നവവംശീയ പ്രസ്ഥാനങ്ങൾ കുടിയേറ്റക്കാർക്കെതിരെ വംശീയ അക്രമങ്ങൾ നടത്താറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് അപ്രോച്ചസ് ടു ദ പർസ്യൂട്ട് ഓഫ് പീസ്? സമാധാന സ്ഥാപനത്തിലെ വിവിധ സമീപനങ്ങൾ വിവരിക്കുക. ഫസ്റ്റ് പോയിന്റ്, സെൻട്രാലിറ്റി ടു സ്റ്റേറ്റ്, റെസ്പെക്ട് ദെയർ സോവറിനിറ്റി ആൻഡ് ട്രീറ്റ്സ് കോമ്പറ്റീഷൻ എമംഗ് ദം ആസ് എ ഫാക്ട് ഓഫ് ലൈഫ്. രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെ മാനിക്കുകയും അവയ്ക്കിടയിലെ മത്സരത്തെ ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കുകയും ചെയ്യുന്ന ശക്തി സന്തുലന സമീപനം. സെക്കൻഡ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ എമംഗ് ദ സ്റ്റേറ്റ്സ് and international understanding will lead to a better prospects of life. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സാമൂഹിക സാമ്പത്തിക സഹകരണത്തിലൂടെ അന്തർദേശീയ ധാരണ വളർത്തുവാനും അതോടൊപ്പം തന്നെ ലോക സമാധാനം സ്ഥാപിക്കുവാനും സാധിക്കുമെന്ന് കരുതപ്പെടുന്നു. തേർഡ് വൺ, ഫോസ്റ്ററിംഗ് ഓഫ് എ ഗ്ലോബൽ കമ്മ്യൂണിറ്റി. ആഗോള സമൂഹം സൃഷ്ടിക്കുന്നതിലൂടെ ലോക സമാധാനം സ്ഥാപിക്കാവുന്നതാണ്. വാട്ട് ആർ ദ കണ്ടംപററി ചലഞ്ചസ് ടു വേൾഡ് പീസ്? ലോക സമാധാനത്തിലുള്ള സമകാലിക വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ദ റൈസ് ഓഫ് ടെററിസം, ഭീകരവാദം, ബയോളജിക്കൽ, കെമിക്കൽ ആൻഡ് ന്യൂക്ലിയർ വെപ്പൺസ്, ജൈവായുധങ്ങൾ, രാസായുധങ്ങൾ, അണുവായുധങ്ങൾ, ഗറില്ല ടാക്ടിക്സ്, ഗറില്ല യുദ്ധമുറകൾ, ജനോസൈഡ്, വംശഹത്യ. ഇവയാണ് സമാധാനവുമായി ബന്ധപ്പെട്ട് ആധുനിക ലോകം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. പ്ലസ് വണ്ണിലെ അവസാനത്തെ ചാപ്റ്റർ ഡെവലപ്മെന്റ്. എക്സ്പ്ലെയിൻ ദ സോഷ്യൽ കോസ്റ്റ് ആൻഡ് എൻവയോൺമെന്റൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. വികസനത്തിന്റെ സാമൂഹിക ചെലവും പാരിസ്ഥിതിക ചെലവും വിശദീകരിക്കുക. ദ സോഷ്യൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഹാവ് ബീൻ ഡിസ്പ്ലേസ്ഡ് ഡ്യൂ ടു ദ ഡെവലപ്മെന്റൽ പ്രോജക്ട്സ്. വികസനത്തിന്റെ സാമൂഹിക ചെലവ്. വൻകിട ഡാമുകൾ, വ്യവസായശാലകൾ, ഖനനം തുടങ്ങിയവ മൂലം ധാരാളം ജനങ്ങൾ ഈ പാഠഭാഗങ്ങളിലെ ഡിസ്പ്ലേസ്മെന്റ് റിസൾട്ട് ഇൻ ലോസ് ഓഫ് ലൈവ്ലിഹുഡ്, ട്രഡീഷണൽ ഓക്യുപ്പേഷൻസ് ആൻഡ് കൾച്ചർ. കുടിയൊഴിപ്പിക്കൽ പരമ്പരാഗത തൊഴിലുകളെയും പ്രാദേശിക സംസ്കാരത്തെയും സാരമായി ബാധിക്കാറുണ്ട്. എൻവയോൺമെന്റൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് ഹാസ് ഇൻഡീഡ് കോസ്ഡ് ഹൈ എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ. എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ ഇൻക്ലൂഡ്സ് global warming, climate change, pollution, loss of biodiversity, overuse of energy, etc. വികസനത്തിന്റെ പാരിസ്ഥിതിക ചെലവ്. വികസന പദ്ധതികൾ പരിസ്ഥിതി നാശത്തിന് കാരണമാകാറുണ്ട്. ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, ജൈവ വൈവിധ്യത്തിന്റെ നഷ്ടം, ഊർജത്തിന്റെ അമിതോപയോഗം തുടങ്ങിയവ പാരിസ്ഥിതിക നാശത്തിന് കാരണമാകുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് 1 പൊളിറ്റിക്കൽ സയൻസിലെ 20 പാഠങ്ങൾ 7 വീഡിയോകളിലൂടെ നമ്മൾ റിവൈസ് ചെയ്തു കഴിഞ്ഞു. ഈ പാഠഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലപ്പോഴെങ്കിലും അപ്രധാനമെന്ന് നമ്മൾ കരുതുന്ന ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നതോടൊപ്പം പുസ്തകം വായിക്കുവാനും എല്ലാ കുട്ടികളും താല്പര്യം കാണിക്കണം. എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള പരീക്ഷാ വിജയങ്ങളും നേരുന്നു. നന്ദി. എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധത്തിലുള്ള പരീക്ഷാ വിജയങ്ങളും നേരുന്നു. നന്ദി. വീണ്ടും കാണാം.